ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പ്രതികളായ ദേവസ്വം ഉദ്യോഗസ്ഥന്മാരെ ഉടൻ ചോദ്യം ചെയ്യുമെന്ന് അറിയുന്നു. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കും കടക്കാൻ സാധ്യത. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചെന്നൈയിലും ഹൈദരാബാദിലും ഒക്കെ എത്തിച്ച് തെളിവെടുക്കാനും പോലീസ് തയ്യാറാകും. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. സലീം, ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ പുതിയ നീക്കം എന്താണ്? ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലാണുള്ളത്. ഏത് നിമിഷം വേണമെങ്കിലും ഈ സംസ്ഥാനത്തിന് പുറത്തേക്ക്, കേരളത്തിന് പുറത്തേക്ക് എത്തിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോയി തെളിവെടുക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ അന്വേഷണ സംഘം നടത്തുന്നത്. പ്രത്യേകിച്ചും ഇനിയുള്ള പ്രധാനപ്പെട്ട 4 കേന്ദ്രങ്ങളിലാണ് അന്വേഷണ സംഘത്തിന് തെളിവെടുക്കേണ്ടത്. അതിലൊന്ന് ബാംഗ്ലൂർ, പിന്നീട് ഹൈദരാബാദ്, ചെന്നൈ, ഒപ്പം തന്നെ ശബരിമല. ഈ 4 കേന്ദ്രങ്ങളിലാണ് അന്വേഷണ സംഘത്തിന് എത്തിച്ച് തെളിവെടുക്കേണ്ടത്. ശബരിമലയിൽ ഏറ്റവും അവസാനം മാത്രമേ തെളിവെടുപ്പിനായി കൊണ്ടുപോകൂ എന്നാണ് അറിയുന്നത്. പ്രത്യേകിച്ചും രാഷ്ട്രപതിയുടെ സന്ദർശനം ഉൾപ്പെടെ ഉള്ളതുകൊണ്ട് അവിടേക്ക് ആദ്യഘട്ടത്തിൽ കടക്കില്ല. അതുകൊണ്ട് ആദ്യം ഒരുപക്ഷെ ഇന്ന് തന്നെ ബാംഗ്ലൂരിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോയി തെളിവെടുക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഈ അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങളൊക്കെ അതീവ രഹസ്യമായിട്ടാണ്. എപ്പോഴാണ് എന്താണ് ചെയ്യുന്നത് എന്നതൊക്കെ ഏറ്റവും അവസാനം മാത്രമേ അറിയൂ. ഇന്നലെ കോടതിയിൽ നമ്മൾ അത് കണ്ടതാണ്. കോടതിയിൽ അഭിഭാഷകരെ ഉൾപ്പെടെ പുറത്തിറക്കിയതിന് ശേഷമായിരുന്നു കോടതി നടപടികൾ ആരംഭിച്ചത്. ആ നിലയിൽ രഹസ്യ സ്വഭാവം അന്വേഷണ സംഘം സൂക്ഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കോടതിയും ആ നിലയിൽ തന്നെ രഹസ്യ സ്വഭാവം നിർബന്ധമായും സൂക്ഷിക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതിനിടയിൽ കൂടുതൽ അറസ്റ്റുകളിലേക്ക് കടക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. മുരാരി ബാബുവിനെ ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യാമെന്നുള്ളൊരു നില ഉണ്ട്. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതി ചേർത്തിരിക്കുന്ന 9 ദേവസ്വം ബോർഡ് ജീവനക്കാരെയും ഏത് നിമിഷം വേണമെങ്കിലും ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ ഇവരെ കൂടി ചോദ്യം ചെയ്യാനാണ് നിലവിൽ SITയുടെ തീരുമാനം. ചോദ്യം ചെയ്തതിന് ശേഷം ആവശ്യമെങ്കിൽ ആരെങ്കിലും അറസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഒപ്പം തന്നെ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞതും അതിനു മുൻപ് തന്നെ ഉദ്യോഗസ്ഥരോട് പറഞ്ഞതുമായ ഒരു കാര്യമുണ്ട്. അത് താൻ മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ഉള്ളത്, ഇതിന് പിന്നിൽ മറ്റു പലരുമുണ്ട് എന്നുള്ളതാണ്. അത് ആരൊക്കെയെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവരോട് ചില സൂചനകൾ നൽകിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ചില പേരുകാർ കൂടി ഇതിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അവരെ തേടി കൂടി പോകുന്നുമുണ്ട്. ഒപ്പം കൽപേഷ്, നാഗേഷ് തുടങ്ങിയവരെ കൂടി വളരെ വേഗത്തിൽ ചോദ്യം ചെയ്യാനുള്ള ഒരു തീരുമാനമാണ് ഉള്ളത്. അതിന് പിന്നാലെ 2 ആഴ്ചക്കാലമാണ് ഈ അന്വേഷണ സംഘത്തിന് മുൻപിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടാവുക. അതിന് പിന്നാലെ 6 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്തിമ അന്വേഷണം പൂർത്തിയാക്കി അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനും നീക്കമുണ്ട്. അങ്ങനെ വളരെ വേഗത്തിലുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നുള്ള വിവരശേഖരണം തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമാവുകയും ചെയ്യുക. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.